വയനാട് മേപ്പാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്ത് മണ്ണിടിച്ചിൽ. നിർമ്മാണം നടക്കുന്നതിനിടെ മണ്ണിടിഞ്ഞ് റോഡിലേക്ക് പതിച്ചു. വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതായി വിവരം. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുരങ്കപാത നിർമ്മാണ സ്ഥലത്താണ് മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. ദീപക് മോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. ദീപക്, റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ടോ? മാധു, അതായത് വയനാട് തുരങ്കപാതയുടെ നിർമ്മാണം നടക്കുന്ന മേപ്പാടിക്കടുത്തുള്ള കള്ളാടി മീനാക്ഷി എന്ന് പറയുന്ന സ്ഥലത്ത് വീണ്ടും ഒരു മണ്ണിടിച്ചിലും കൂടി. വെറുതെ അങ്ങ് മണ്ണിടിയുമല്ലോ, മണ്ണിടിയുന്നതിനൊപ്പം കുറെ ആൾക്കാരുടെ ജീവനും കൂടി അതങ്ങ് കൊണ്ടുപോകും. വയനാട് ദുരന്തം മറന്നിട്ടില്ല നമ്മൾ ആരും. ഈ ഒരു സമയത്ത് സ്ഥിരം ഇപ്പോൾ ഇങ്ങനെ ഒരു മണ്ണിടിച്ചിലിന്റെ വാർത്ത നമ്മൾ കേൾക്കും. വലിയൊരു ദുരന്തമായിട്ടാണ് വരുന്നത്. ചെറിയ നിസ്സാര മണ്ണിടിച്ചിലൊന്നുമല്ല, വലിയ മണ്ണിടിച്ചിലാണ് നടക്കുന്നത്. കഴിഞ്ഞ ഒരു 6 വർഷത്തെ വാർത്തകൾ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മതി. ഈ ഒരു സമയത്തെ വാർത്തകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ വളരെ ശക്തമായ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും കേരളം ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് മണ്ണിടിച്ചിൽ ഫേസ് ചെയ്യേണ്ടി വരുന്നത്? റിപ്പീറ്റഡ് ആയിട്ടുള്ള ലാൻഡ് സ്ലൈഡും ഫ്ലഡും കേരളത്തിൽ വരാൻ കാരണം എന്താണ്? എപ്പോഴെങ്കിലും കേരളീയർ ചിന്തിച്ചിട്ടുണ്ടോ? മഴക്കാലം എത്തുമ്പോൾ മാത്രം ഇതിനെ പറ്റിയിട്ട് കൺസേൺ ആകുന്ന ആൾക്കാരാണ് ഇപ്പൊ നമ്മൾ കേരളീയര്. ഇങ്ങനെ ഒരു ദുരന്തം കേരളം ഇപ്പൊ കണ്ടിന്യൂസ് ഫേസ് ചെയ്യുന്നതിന്റെ കാരണം എന്താണ്? ഒരേ ഒരു കാരണമേ ഉള്ളൂ, നമ്മൾ. ഈ ദുരന്തം ഇതിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് പ്രെഡിക്റ്റ് ചെയ്തതാണ്. 2011 ഇറങ്ങിയ ഗാഡ്ഗിൽ റിപ്പോർട്ടിലും 2013 ഇറങ്ങിയ കസ്തൂരിരംഗൻ റിപ്പോർട്ടിലും ഈ ദുരന്തം കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് അതിനെ എല്ലാവരും കണ്ണടച്ച് തള്ളി. ഇന്നിപ്പോ നമ്മൾ അനുഭവിക്കുകയാണ്. ഇത് പ്രകൃതി ദുരന്തമല്ല, ഇത് മനുഷ്യനിർമ്മിത ദുരന്തം തന്നെയാണ്. കേരളത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക്, ക്ലൈമറ്റിക് ചേഞ്ച് ആയിക്കോട്ടെ, ലാൻഡ് സ്ലൈഡ് ആയിക്കോട്ടെ, ഫ്ലഡ് ആയിക്കോട്ടെ, ഇതിനെല്ലാം ഒരേ ഒരു റീസണേ ഉള്ളൂ, മനുഷ്യന്മാര്. 2011 ഗാഡ്ഗിൽ റിപ്പോർട്ട് ഇറങ്ങിയ സമയത്ത് അത് ഗാഡ്ഗിൽ റിപ്പോർട്ട് കാറ്റഗറൈസ് ചെയ്യാണ്. നമ്മുടെ ഇന്ത്യയിൽ മുഴുവനായിട്ട് കാറ്റഗറൈസ് ചെയ്തു. ഇന്ത്യയിൽ മുഴുവനുള്ള എക്കോളജിക്കലി വൾണറബിൾ സ്പോട്ടുകൾ, അതായത് എക്കോളജിക്കലി ഭയങ്കര വൾണറബിൾ ആണ് ആ സ്പോട്ടുകൾ. ആ സ്പോട്ടുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ലാൻഡ് സ്ലൈഡും വലിയ വലിയ ദുരന്തങ്ങളും വരും. അതോടൊപ്പം തന്നെ ക്ലൈമറ്റിക് ചേഞ്ച് ഒക്കെ വരും. അപ്പം അത് സംരക്ഷിക്കേണ്ടത് വളരെ ഉത്തരവാദിത്തമാണ്. അത്തരം സ്പോട്ടുകൾ കാറ്റഗറൈസ് ചെയ്തപ്പോൾ കേരളത്തിലേക്ക് വന്ന സമയത്ത്, കേരളത്തിലെ വെസ്റ്റേൺ ഗാട്സ് റീജിയൻ ഉണ്ടല്ലോ, ഏതാണ്ട് 70% സ്ഥലത്തെയാണ് കേരളത്തിലെ സ്ഥലമാണ് എക്കോളജിക്കലി ഹൈലി വൾണറബിൾ ആയിട്ട് കാറ്റഗറൈസ് ചെയ്തത്. അത് ഹൈലി സെൻസിറ്റീവ് റീജിയൻ ആണ്. ആ സെൻസിറ്റീവ് റീജിയനിലെ മണ്ണ് ഇളക്കാൻ പാടില്ല, അവിടെ ഡീഫോറസ്റ്റേഷൻ ചെയ്യാൻ പാടില്ല, മൈനിങ് ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, ക്വാറിയിങ് ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, അതൊക്കെ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്. ഈ ഒരു റിപ്പോർട്ട് വന്നപ്പോഴേക്കും കേരളത്തിലെ ജനങ്ങൾ അങ്ങ് ഇളകി. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള കർഷകര്, അവരെ ഇളക്കി വിട്ടത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്വാറി ഉടമകളും മൈൻ ഉടമകളും റിസോർട്ട് ഉടമകളും ഒക്കെയാണ്. കാരണം ഈ ഒരു റിപ്പോർട്ട് നിലവിൽ വന്നു കഴിഞ്ഞാൽ അവരുടെയൊക്കെ പണി തെറിച്ചു പോകും. കാരണം ക്വാറിയിങ്ങും മൈനിങ് ആക്ടിവിറ്റീസ് ഒന്നും തന്നെ പിന്നെ നടത്താൻ സമ്മതിക്കത്തില്ല. അങ്ങനെ വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ ഉണ്ടാക്കി അതിനുശേഷമാണ് കസ്തൂരിരംഗൻ കമ്മിറ്റിയെ നിയോഗിക്കുന്നത്. ഗാഡ്ഗിൽ റിപ്പോർട്ട് വേണ്ട, പുതിയൊരു കമ്മിറ്റിയെ നിയോഗിച്ചു. അങ്ങനെ കസ്തൂരിരംഗൻ കമ്മിറ്റി വരുന്നു. കസ്തൂരിരംഗൻ റിപ്പോർട്ട് പ്രകാരം കസ്തൂരിരംഗൻ കുറച്ചും കൂടി ഫാർമേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിപ്പോർട്ടാണ് തന്നത്. കുറച്ചും കൂടി ഡൈലൂട്ട് ചെയ്തു. അത് പ്രകാരം ഏതാണ്ട് 29 മുതൽ 30% ഏരിയാസ് ആണ്, വെസ്റ്റേൺ ഗാഡ് റീജിയൻസിലെ 29 മുതൽ 30% ഏരിയാസ് ഹൈലി സെൻസിറ്റീവ് ആണ്. അവിടെ ഉറപ്പായിട്ടും ഒരു പരിപാടിയും പാടില്ല. ലാർജ് സ്കെയിൽ കൺസ്ട്രക്ഷൻസ് ആയിക്കോട്ടെ, റോഡ് കൺസ്ട്രക്ഷൻസ് ആയിക്കോട്ടെ, ടണലിന്റെ കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, മൈനിങ് ആയിക്കോട്ടെ, ക്വാറിയിങ് ആയിക്കോട്ടെ, റിസോർട്ടുകൾ നിർമ്മിക്കുക ആയിക്കോട്ടെ, അതൊന്നും പറ്റത്തില്ല. വീട് വെച്ചൊക്കെ താമസിക്കാം, പക്ഷെ മണ്ണ് ഹെവി ആയിട്ട് ഇളക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളും അവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു. എത്ര ആൾക്കാരാണ് ഇപ്പോൾ അത് ഫോളോ ചെയ്യുന്നത്? ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ? ഈവൻ കേരളത്തിലെ സർക്കാരെങ്കിലും അത് ഫോളോ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഇങ്ങനത്തെ ടണൽ നിർമ്മിക്കുന്ന സമയത്ത് ആ ഒരു ഏരിയയിലൊന്നും ടണലൊന്നും നിർമ്മിക്കാൻ പറ്റത്തില്ല. ടണൽ നിർമ്മിച്ചപ്പോൾ ഇങ്ങനെ മണ്ണിടിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരേ ഒരു റീസണേ ഉള്ളൂ, ആ ഏരിയ വൾണറബിൾ ആണ്, സെൻസിറ്റീവ് ആണ്. അത് മാത്രമല്ല, വേറൊരു കാരണം കൂടിയുണ്ട്. കേരളത്തിൽ ഹെവി റെയിൻഫാൾ കിട്ടുന്ന സമയമാണ്. ഇത്തരത്തിലുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസിൽ ഇപ്പോ ഡീഫോറസ്റ്റേഷൻ ആണ്. മുഴുവൻ കാടും തെളിച്ച് മൊത്തത്തിൽ ഇതാവുകയാണ്. ഈ മരങ്ങളുടെ വേരുകളാണ്, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, മരങ്ങളുടെ വേരുകളാണ് മണ്ണിനെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് ആണല്ലോ. അപ്പൊ മരങ്ങൾ വെട്ടിത്തെളിക്കുന്നതോട് കൂടിയിട്ട് കൂടുതൽ വെള്ളം ഈ റെയിൻഫാൾ വരുന്ന സമയത്ത് മണ്ണിലേക്ക് ഇരച്ചിറങ്ങി പോവാണ്. അങ്ങനെ ഇരച്ചിറങ്ങി കഴിയുമ്പോൾ മണ്ണിന്റെ ബലം അവിടെ നഷ്ടപ്പെടും. നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ തന്നെ കുറച്ച് മണ്ണ് കുഴച്ച് ഒരു ബ്ലോക്ക് പോലെ ഉണ്ടാക്കി വെക്കുക, വെയിലത്ത് വെച്ച് അത് നന്നായിട്ട് ഉണക്കുക. അപ്പൊ നല്ല കട്ടിയായിരിക്കും.
പിന്നെ നിങ്ങൾ ആ ഒരു ബ്ലോക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്ത് കണ്ടിന്യൂസ് വെള്ളം ഒഴിച്ച് നോക്ക്. കുറേ നേരം കഴിയുമ്പോഴേക്കും വെള്ളം അതിനകത്തേക്ക് ഇരച്ചിറങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങും. വെള്ളം ഇരച്ചിറങ്ങി അതെന്ത് ചെയ്യും, അലിഞ്ഞ് ഇങ്ങനെ ഒഴുകി പോകുന്നത് കാണാം. ആ സെയിം സിറ്റുവേഷൻ ആണ് ഇപ്പൊ കേരളം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം 100% ഇത് മനുഷ്യനിർമ്മിത ദുരന്തമല്ലേ? തീർച്ചയായും അതെ. ഒന്നാമത്തെ കാര്യം, ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള റീജിയണിലെ അവിടുത്തെ ആ ഒരു എക്കോളജിക്കൽ സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് അതേപോലെ ഹൈലി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, മറ്റ് രാജ്യങ്ങൾ ഇപ്പം ചൈന പോലെയുള്ള ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അവര് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള റീജിയൻ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ബാക്കിയുള്ള ഏരിയാസിലാണ് ഡെവലപ്മെന്റ് കൊണ്ടുവന്നേക്കുന്നത്. അങ്ങനെ ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അഫ്കോഴ്സ് നമ്മൾക്കിപ്പോൾ ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് ഡെവലപ്മെന്റുകൾ ആവശ്യമാണ്. പക്ഷെ ഡെവലപ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെ പോയി താമസിക്കും? ഇത് ഇനിയെങ്കിലും നമ്മൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്റ്റ് ആണ്. ഇത് തടയാനോ അല്ലെന്നുണ്ടെങ്കിൽ ഓക്കെ, ദുരന്തം വരുമ്പോഴേക്കും ദുരിതാശ്വാസം എന്ന് പറഞ്ഞ് ഇറങ്ങാനല്ല ശ്രമിക്കേണ്ടത്. ദുരന്തം തടയാനുള്ള മാർഗങ്ങൾ നമ്മൾ മുൻകൂട്ടി സ്വീകരിക്കണം. ഇത്തരം ഏരിയാസ് ഒക്കെ കണ്ടുപിടിക്കുക, ആ ഏരിയാസിലൊക്കെ തന്നെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരം ഏരിയാസിൽ നിന്നുള്ള ലാർജ് സ്കെയിൽ കൺസ്ട്രക്ഷൻസ് ഒക്കെ ഒഴിവാക്കുക. അവിടെ ക്വാറികളും മൈനുകളും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് തടയിടുക. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ പിന്നെയും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്.